ഹലോ, എല്ലാവർക്കും SCIT സമഗ്രയിലേക്ക് സ്വാഗതം. 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് വായിക്കുന്നത്. പൈറസി പ്രോഗ്രാമായ പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഒന്നാമതുള്ള രാജ്യം ഏത് രാജ്യമാണ്? അത് മെക്സിക്കോയാണ്. പൈറസി പ്രോഗ്രാമായ പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഒന്നാമതുള്ളത് മെക്സിക്കോയാണ്. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് അവാർഡ് ലഭിച്ചത് ഏത് എയർപോർട്ടിനാണ്? അത് സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിനാണ് ലഭിച്ചത്. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് അവാർഡ് ലഭിച്ചത് സിംഗപ്പൂർ ചാങ്ങി വിമാനത്താവളത്തിനാണ് ലഭിച്ചത്. 100ാം ഓസ്കാറിൽ അക്കാദമി ഉൾപ്പെടുത്തിയ പുതിയ പുരസ്കാര കാറ്റഗറിയാണ് മികച്ച സ്റ്റണ്ട് ഡിസൈൻ ആണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മരിയോ വർഗാസ് യോസയാണ്. വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന്റെ പേരാണ് മരിയോ വർഗാസ് യോസ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതാർക്കാ? 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സമർ അബു എലൂഫിനാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സമർ അബു എലൂഫിനാണ് ലഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സിനിമയാണ് ലവ് യു. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ഫിലിം ഏതാണ്? ലവ് യു ആണ്. 2025 ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം ഏത് രാജ്യത്താണ്? അത് ദക്ഷിണാഫ്രിക്കയിലാണ്. 2025 ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ബ്രഹ്മോസ് മിസൈലിനായി 2025 ഏപ്രിലിൽ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യമാണ് വിയറ്റ്നാം. ബ്രഹ്മോസ് മിസൈലിനായി 2025 ഏപ്രിലിൽ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ്? അത് വിയറ്റ്നാം ആണ്. 2025 ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏത് രാജ്യമാണ്? അത് ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാ? ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചത് ജപ്പാനിലാണ്. 2025 ഏപ്രിലിൽ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യമാണ് ചൈന. 2025 ഏപ്രിലിൽ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യമാണ് ചൈനയിലാണ്. നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈനയാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 2025 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? 2025 ലോക പുസ്തക തലസ്ഥാനമാണ് റിയോ ഡി ജനീറോയിലാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത്. അടുത്തിടെ ഷെൻഷോ 20 എന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ഷെൻഷോ 20 എന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? അത് ചൈനയിലാണ്. പൈറസി പ്രോഗ്രാമായ പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഒന്നാമതുള്ള രാജ്യമാണ് മെക്സിക്കോയാണ്. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് അവാർഡ് ലഭിച്ചത് സിംഗപ്പൂർ ചാങ്ങി വിമാനത്താവളത്തിലാണ്. 100ാം ഓസ്കാറിൽ അക്കാദമി ഉൾപ്പെടുത്തിയ പുതിയ പുരസ്കാര കാറ്റഗറിയാണ് മികച്ച സ്റ്റണ്ട് ഡിസൈൻ. 2025 ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മരിയോ വർഗാസ് യോസയാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതാർക്കാണ്? അത് സമർ അബു എലൂഫിനാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സമർ അബു എലൂഫിനാണ് ലഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ഫിലിമാണ് ലവ് യു. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ഫിലിമിന്റെ പേരെന്താണ്? ലവ് യു ആണ്. 2025 ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയിലാണ്. ബ്രഹ്മോസ് മിസൈലിനായിട്ട് 2025 ഏപ്രിലിൽ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യമാണ് വിയറ്റ്നാം. ബ്രഹ്മോസ് മിസൈലിനായിട്ട് 2025 ഏപ്രിലിൽ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ്? അത് വിയറ്റ്നാമാണ് ഒപ്പിട്ടത്. ലോകത്തിലെ ആദ്യത്തെ 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യമാണ് ചൈന. ലോകത്തിലെ ആദ്യത്തെ 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യമാണ് ജപ്പാൻ. 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യമാണ് ജപ്പാനാണ്.
2025 ഏപ്രിലിൽ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം രാജ്യമാണ് ചൈന കേട്ടോ. 2025 ഏപ്രിലിൽ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈനയാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 2025 ലോക പുസ്തക തലസ്ഥാനമാണ് റിയോ ഡി ജനീറോ ആണ്. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ ആണ്. അടുത്തിടെ ഷെൻഷോ 20 എന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ചൈനയാണ്. ഷെൻഷോ 20 എന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത് ചൈനയാണ്. 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത് ക്ലോസ് ഷ്വാബ് ആണ്. 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത് ക്ലോസ് ഷ്വാബ്. 2025 ഏപ്രിലിൽ സ്ഫോടനമുണ്ടായ ഷഹീദ് രജായി തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറാനിലെ തുറമുഖത്തിന്റെ പേരാണ് ഷഹീദ് രജായി തുറമുഖമാണ് സ്ഫോടനമുണ്ടായ തുറമുഖം. 2025 ഏപ്രിലിൽ സ്ഫോടനമുണ്ടായ ഷഹീദ് രജായി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ്. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക ആരാണ്? 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയാണ് പായൽ കപാഡിയയാണ് 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയാണ് പായൽ കപാഡിയ. താങ്ക് യു.